കേരളത്തിലെ രാഷ്ട്രീയം, അതായത് ഇലക്ഷൻ ഡിക്ലെയർ ചെയ്തു ഇന്നലെയാണ്. പക്ഷെ അതിന് മുമ്പും അതിന് ശേഷവും നിങ്ങൾ നോക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് CPM എന്ന് പറഞ്ഞ പൊളിറ്റിക്കൽ പാർട്ടിക്കകത്ത് പൊട്ടിത്തെറി ഒന്ന് വന്ന കംപ്ലീറ്റ് ദുരന്തം അടിച്ചിരിക്കുകയാണ്. അവർ കോട്ടയിൽ തന്നെ കണ്ണൂര്, മറ്റൊന്ന് ആലപ്പുഴ. ഈ പറയുന്ന TK ഗോവിന്ദൻ, അദ്ദേഹത്തിൻ്റെ വളരെ നീണ്ട ഒരു പത്രസമ്മേളനം ഞങ്ങളുടെ ഏകദേശം 1.5 മണിക്കൂറോളം നീണ്ട് അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്ന പല ആരോപണങ്ങൾ. കാരണം 60 വർഷം ഈ പാർട്ടിക്കകത്ത് പ്രവർത്തിച്ച ഒരാളാണ്. ഒരു അധ്യാപകനായിരുന്നു. VRS എടുത്ത് പാർട്ടി കോർണത്തിൽ പൂർണ്ണമായി മുഴുകിയ ഒരാൾ. അതിനേക്കാൾ ഉപരി തളിപ്പറമ്പ് ഭാഗത്തിന് പാർട്ടിയെ കെട്ടിപ്പിടുത്തിയ ഒരാൾ. അതായത് നിങ്ങൾക്കറിയാം, കണ്ണൂരാണ് CPM എന്ന് പറഞ്ഞ പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ടത്. അവിടെയുള്ള ഏറ്റവും സീനിയർ ആയിട്ടുള്ള ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ അദ്ദേഹം, പാർട്ടി കുടുംബം, അദ്ദേഹം ഈ ആരോപണം പറയുമ്പോൾ അതിന് എങ്ങനെയാണ് മറുപടി കൊടുക്കാൻ പോലും CPM എന്ന് പറഞ്ഞ പൊളിറ്റിക്കൽ പാർട്ടിക്ക് കഴിയാനുള്ള സാധ്യതയില്ല. കാരണം സാജന്റെ കാര്യം, അമ്പു, ശ്യാമള ടീച്ചർ, അതായത് സാക്ഷാൽ ഗോവിന്ദൻ മാസ്റ്ററിന്റെ ഭാര്യ, പാർട്ടിക്കെതിരെ പറയുന്ന ചില കാര്യങ്ങളുണ്ടെങ്കിൽ TK ഗോവിന്ദൻ, ഇതിന് വലിയ ധാർമ്മികമായ വിലയുണ്ട്. അതായത് CPM എന്ന് പറയുന്ന പാർട്ടി ബേസിക്കലി ഐഡിയോളജിയിൽ പോകുന്ന ഒരു പൊളിറ്റിക്കൽ പാർട്ടിയാണ്. അപ്പൊ പ്രത്യേകിച്ച് കേരളത്തിൽ അപ്പൊ ആ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിക്കെതിരെയും പാർട്ടിയുടെ പല സീനിയർ ആൾക്കാരെ, അതേപോലെ എങ്ങനെയാണ് മറ്റുള്ള പാർട്ടി സഖാക്കളെ ഇത് വേട്ടയാടുന്നത്, ആന്തൂർ സാജന്റെ വിഷയം തന്നെയാണ്. അത് കേസ് റീഓപ്പൺ ചെയ്യും, ഉറപ്പായിട്ട് റീഓപ്പൺ ചെയ്യും. അതേപോലെ എങ്ങനെയാണ് പാർട്ടിയുടെ സ്റ്റേറ്റ് സെക്രട്ടറി ഗോവിന്ദൻ, അതായത് ഗോവിന്ദൻ മാഷ് എങ്ങനെയാണ് അഴിമതിക്കാരനായത്, ഓരോന്ന് എണ്ണം വെച്ചാണ് പറഞ്ഞിരിക്കുന്നത്. പുറത്തെ ആളല്ല, അകത്തെ ആള് തന്നെയാണ്. അപ്പൊ അതിനകത്ത് വർഗവഞ്ചകനെന്നും മണ്ണാങ്കട്ടെന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. CPM എന്ന് പറഞ്ഞ പൊളിറ്റിക്കൽ പാർട്ടി തകരാൻ പോവുകയാണ് കേരളത്തിന്. അപ്പുറത്ത് UDF ഉണ്ടാകാൻ പോകുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് അവര് ആന്റിസിപ്പേറ്റ് ചെയ്യുന്നതിനേക്കാളും വലിയ വിജയം ഉണ്ടാകാൻ പോവുകയാണ്, പ്രത്യേകിച്ച് കണ്ണൂർ ഭാഗത്ത്. അതേപോലെ സുധാകരൻ, അതായത് G സുധാകരൻ, അദ്ദേഹം തുടക്കം വിട്ടു കഴിഞ്ഞ ആലപ്പുഴ, അതും പാർട്ടിയുടെ കോട്ടയാണ്. ഈ രണ്ട് ഭാഗത്തും പാർട്ടിയുടെ അടിപടലം തീർന്നു കഴിയുമ്പോൾ പിന്നെ ഈ പാർട്ടി ഇല്ലാതായി. പിന്നെ ഈ പാർട്ടിക്ക് എങ്ങനെയാണ് നിലനിൽപ്പുള്ളത്? അതായത് പാർട്ടിയുടെ ഐഡിയോളജി എന്ന് പറയുന്നത് മാറ്റർ ചെയ്യും. ഇതിന് എങ്ങനെ ഉത്തരം കൊടുക്കുക എന്നുള്ളതാണ്. അതായത് തളിപ്പറമ്പിൽ PK ശ്യാമള തോൽക്കുക മാത്രമല്ല, ഈ പയ്യന്നൂര് മാത്രമല്ല, തലശ്ശേരി മാത്രമല്ല, ഇത് കണ്ണൂർ ജില്ലയിലുള്ള പാർട്ടിയുടെ കൊത്തളങ്ങൾ, റെഡ് ഫോർട്ടുകൾ, അവിടെ എല്ലാം ഇത് ബാധിക്കും, ഭയങ്കരമായിട്ട് ഇതിന് ബാധിക്കും. ആലപ്പുഴ പൂർണ്ണമായിട്ടും G സുധാകരൻ ഇഷ്യൂ ബാധിക്കും. കാരണം അയാൾ ഇന്നലെ പാർട്ടി വന്ന ഒരാളൊന്നുമല്ല, പാർട്ടിയെ കെട്ടിപ്പടുത്തിയ ഒരാളാണ്. ധാർമ്മികമായിട്ട് അഴിമതിക്കെതിരെ ശക്തമായി സമരം ചെയ്യുന്ന ഒരാൾ, പാർട്ടിയിൽ നിന്ന് ഉണ്ടായി പാർട്ടിയെ ഉയർത്തിയ ഒരാൾ. ഇതിനൊക്കെ ആയിട്ടൊരു CPM എന്ന് പറഞ്ഞ പാർട്ടിയുടെ ഫൗണ്ടേഴ്സ്, അതായത് പലയിടത്തും CPM-നെ ആലപ്പുഴയിൽ ആദ്യ സമയത്തൊന്നും എനിക്ക് പിന്തുണയൊന്നുമില്ലായിരുന്നു. പുന്നപ്പ, വയലാർ, ഈ പറയുന്ന VS അച്യുതാനന്ദന്റെ ആ സമയത്തൊന്നും. പിന്നീട് ഇതിനെ പാർട്ടിയെ മുഴുവനും ഓരോ തലങ്ങളിൽ പോയി ബിൽഡപ്പ് ചെയ്ത ആളാണ് ഈ G സുധാകരൻ. അത് വെറും ഒരു തമാശയൊന്നുമല്ല. അപ്പൊ അയാൾ ആ പാർട്ടി വിട്ടിട്ട് സ്വതന്ത്രമായിട്ട് അമ്പലപ്പുഴയെ മത്സരിക്കുമ്പോൾ UDF പിന്തുണ കൊടുക്കുന്നു. ആ മണ്ഡലത്തിൽ മാത്രമല്ല, അത് ഈ പറയുന്ന ആലപ്പുഴ, മാരാരിക്കുളം ആണെങ്കിലും ചേർത്തലയാണെങ്കിലും ഇവിടെ പാർട്ടിയുടെ പല കോട്ടകളുണ്ട്. ഇവിടെ എല്ലാം പാർട്ടി തോറ്റുപോകും, ഇൻക്ലൂഡിങ് മറ്റുള്ള ഭാഗം കായംകുളം, ഇവിടൊക്കെ തോറ്റുപോകും, 100% തോറ്റുപോകും. ഒന്നാമത് ആന്റി പിണറായി സംഭവം നടക്കുന്നുണ്ട്. അതായത് പാർട്ടി ആന്റിസിപ്പേറ്റ് ചെയ്യുന്നതിനേക്കാളും ദുരന്തമാണ് 2026 അസംബ്ലി ഇലക്ഷനിൽ CPM ഉണ്ടാകാൻ പോകുന്നത്. ചിലപ്പം ഈ പറയുന്ന ബംഗാൾ എങ്ങനെയാണ് പാർട്ടി തകർന്നത്, അതിനേക്കാളും ദാരുണമായിട്ട് തകർന്നു പോകും. അതായത് പല രീതിയിലും പിണറായി വിജയന്റെ രണ്ടാമത്തെ ടേം വളരെ വളരെ മോശമായിരുന്നു.
അതിൻ്റെ അകത്ത് അഴിമതി ഉണ്ട് എന്നുള്ള കാര്യം പാർട്ടിയുടെ ഒരു സീനിയർ നേതാക്കൾ പറയുന്നു. അതായത് ഈ പറയുന്ന TK ഗോവിന്ദൻ എന്ന് പറയുന്ന പുറത്തെ ആവുന്നുമല്ല, ഒരു 60 വർഷമൊക്കെ ഒരു പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച ഒരാള്, അത് കീ ആയിട്ട് പൊസിഷൻ്റെ തിരുന്നയാള് ഈ പാർട്ടിയുടെ സ്വജനപക്ഷപാതവും, അതായത് ബന്ധുക്കൾക്കോ അഴിമതി നടത്താൻ വേണ്ടി ഈ സംഭവം കൊടുക്കും. ഈ പറയുന്ന കണ്ണൂരിലെ പാർട്ടിയുടെ ഈ സഖാക്കൾ എന്തോ ധരിക്കുന്നത്, ഈ പറയുന്ന കുഞ്ഞികൃഷ്ണൻ, ഈ പയ്യന്നൂര്, അയാൾ പറയുന്നതിനൊക്കെ ഉത്തരം കൊടുക്കേണ്ടി വരും. ഇത് മുഴുവനും ഒക്കെ എല്ലാം കൂടെ ഇട്ടു പൊതിഞ്ഞു വിട്ട് ജനങ്ങളെ വിഡ്ഢികളാക്കാനുള്ള ധാരണയൊന്നുമില്ല. പാർട്ടിക്കാരെ തന്നെ പ്രതികരിക്കും. ഞാൻ ഈ പറയാൻ പോകുന്നത് കേരളത്തിൽ വലിയൊരു മാറ്റമാണ് ഉണ്ടാകാൻ പോകുന്നത്. എലക്ഷൻ ഡിക്ലെയർ ചെയ്തു, രണ്ടാമത്തെ ദിവസം നമ്മൾ അറിയുവാൻ സാധിക്കുന്നത് CPM എന്ന് പറയുന്നത് ഒരു ഹിസ്റ്റോറിക്കൽ ഡിഫീറ്റിലോട്ട് പോകുക. ആ രീതിയിലാണ് പോകുന്നത്. ഇതാണ് കോൺഗ്രസിനെ അവർ പ്രവർത്തിച്ച് കിട്ടുന്നതിനേക്കാളും ഇതായിട്ട് കോൺഗ്രസ് സ്ട്രാറ്റജിക്കലി അവർ സ്ഥിരമായിട്ട് CPM മത്സരിച്ച് ജയിക്കുന്ന പാർട്ടി കോൺസ്റ്റിറ്റ്യുവൻസി ഉണ്ട് സ്ഥിരമായിട്ട്. അവരവിടെ എങ്ങനെയാണ് ഒരു സ്ട്രാറ്റജി എടുക്കുന്നത്, അതും കൂടൊക്കെ ആണെങ്കിൽ കണ്ണൂർ ഉൾപ്പെടെ ചരിത്രപരമായിട്ട്, അത് ആലപ്പുഴ ആണെങ്കിലും കണ്ണൂരാണെങ്കിലും പിന്നീട് ഈ പറയുന്ന പാലക്കാട് കോട്ടയാണെങ്കിൽ തകർന്ന് നാശമായി പോകും. അതോടുകൂടി CPM എന്ന പാർട്ടിയാണെങ്കിലും അതിൻ്റെ അവസാനത്തെ മുഖ്യമന്ത്രി, അതായത് ബുദ്ധദേവ് ഭട്ടാചാര്യ ഒരിക്കൽ CPM-ന്റെ അവസാനത്തെ മുഖ്യമന്ത്രിയായിരുന്നു ബംഗാളിൽ. അതേപോലെ തന്നെ ത്രിപുരയിലെ അവസാനത്തെ CPM-ന്റെ മുഖ്യമന്ത്രി, പിന്നീട് അവിടെ കയറി വന്ന് BJP. ചിലപ്പോൾ പിണറായി വിജയനായിരിക്കും കേരളത്തിലെ CPM-ന്റെ അവസാനത്തെ മുഖ്യമന്ത്രി. ആ രീതിയിലാണ് CPM എന്ന് പറഞ്ഞ പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഇപ്പോഴത്തെ പോക്ക്. ഇതിനെ ഇവർക്ക് ഡീല് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ഈ പറയുന്ന സാധാരണക്കാരുടെ കയ്യിലൊന്നുമല്ല പാർട്ടി എന്തെങ്കിലും തീരുമാനിക്കുക അതിനെ മുഴുവൻ കട്ട് ചെയ്യുകയും വെട്ടുകയും ചെയ്യുന്നത്. ആര്യയ്ക്ക് സീറ്റ് കൊടുക്കുന്നു, മരുമോന് സീറ്റ് കൊടുക്കുന്നു, പോളിറ്റ് ബ്യൂറോ ആര്യയ്ക്ക് സീറ്റ് കൊടുക്കുന്നു, അവര് MLA ആകുന്നു, മന്ത്രിയാകുന്നു, മുഴുവനും ബന്ധുക്കളെ കൊണ്ടങ്ങ് കളിച്ചു. സത്യം പറഞ്ഞ CPM എന്ന് പറഞ്ഞ കേരളത്തിലെ പാർട്ടിയുടെ ദുരന്തവും ഡിസാസ്റ്ററുമായിട്ട് മാറുകയാണ്. ഇതിനെങ്ങനെയാണ് ഒരു അന്ത്യം കിട്ടുന്നതെന്നതിനെ പറ്റിയൊന്നും പറയാൻ പറ്റത്തില്ല. പക്ഷെ ഒരു കാര്യം പറയാം, CPM നയിക്കുന്ന ഇടതുപക്ഷം ചരിത്രപരമായിട്ട് ഏറ്റവും വലിയ പരാജയത്തിലോട്ടാണ് ഈ എലക്ഷൻ കഴിയുമ്പോൾ പോകാൻ പോകുന്നത്.